എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നതല്ലേ? ആശുപത്രി കയറിയ തിരികെ വരുമ്പോൾ വയറ്റിൽ എന്തൊക്കെ കാണുമെന്ന പേടിയാണ് സാധാരണക്കാർക്ക്. കത്രികയോ പഞ്ഞിയോ അതോ വല്ല വയറോ? അയ്യോ! പിണറായി വിജയൻ്റെ രണ്ടാം സർക്കാർ അധികാരമേറ്റെടുത്ത ശേഷം കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഒരു മ്യൂസിയം പോലെയായി മാറിയിരിക്കുകയാണ്. ശസ്ത്രക്രിയ കഴിഞ്ഞ് വരുന്ന രോഗികളുടെ വയറ്റിൽ നിന്ന് സർജിക്കൽ ഉപകരണങ്ങൾ കണ്ടെടുക്കുന്ന ഒരു വിചിത്രമായ മ്യൂസിയം. എവിടെയെങ്കിലും ചികിത്സാ പിഴവ് നടന്ന ഉടൻ വരും മന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അടിയന്തരമായ റിപ്പോർട്ട് തേടിയെന്ന്. 2021 മുതൽ 2025 നവംബർ വരെ ഏകദേശം 43 തവണയാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് തേടിയത്. പക്ഷേ ഈ റിപ്പോർട്ടുകളൊക്കെ എങ്ങോട്ട് പോകുന്നുവെന്ന് ആർക്കും അറിയില്ല. വിവരാവകാശ രേഖകൾ പറയുന്നത് 43-ൽ പകുതി റിപ്പോർട്ടുകൾ പോലും വെളിച്ചം കണ്ടിട്ടില്ല എന്നാണ്. നടപടി എടുത്തതോ ആകെ 37 ജീവനക്കാർക്കെതിരെ മാത്രം. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? അവർ ഭരണകക്ഷിയുടെ പിൻബലത്തിൽ സുരക്ഷിതമായ കസേരകളിലിരിക്കുന്നു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഉഷ ജോസഫിൻ്റെ വയറ്റിൽ 5 വർഷം കത്രിക ഇരുന്നിട്ടും അതിനെ നിസാരവൽക്കരിക്കാനാണ് അധികൃതർ ശ്രമിച്ചത്. ഹർഷീനയുടെ കേസിൽ അനുഭവിച്ച നീതിനിഷേധം നമ്മൾ കണ്ടതാണ്. എന്നിട്ട് നമ്മുടെ ആരോഗ്യ കേരളം നമ്പർ 1 ആണെന്ന് തള്ളിമറിക്കാൻ ഒരു ലജ്ജയുമില്ലല്ലോ എന്നതാണ് അത്ഭുതം. ഈ വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയ വിശദീകരണം കേട്ടാൽ ഏത് സാധാരണക്കാരൻ്റെയും ചോര തിളയ്ക്കും. ലക്ഷക്കണക്കിന് ഓപ്പറേഷൻ നടക്കുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ലൈൻ. മാഷേ, ആരുടെ വയറ്റിലാണ് കത്രിക ഇരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ആ സ്വാഭാവികം. അത് നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും ആയിരുന്നെങ്കിൽ ഇതേ ന്യായം പറയുമോ? മനുഷ്യജീവനെ വെറും സ്റ്റാറ്റിസ്റ്റിക്കായി കാണുന്ന ഈ പുരോഗമനവാദം എന്തായാലും കൊള്ളാം. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർക്ക് ക്ലീൻ ചീറ്റ് നൽകിയ അന്വേഷണ റിപ്പോർട്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇവിടെ വേലി തന്നെ വിളവ് തിന്നുകയാണ് എന്ന്. ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ ഒന്നിനും കണക്കില്ല. എത്ര പേർക്ക് ചികിത്സാ പിഴവ് പറ്റി കണക്കില്ല. എത്ര പേർക്ക് ധനസഹായം നൽകി അറിയില്ല. എത്ര പരാതികൾ ക്രോഡീകരിച്ചു അങ്ങനെയൊന്നില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ ഹൃദ്രോഗി മരിച്ചത്. SAT ആശുപത്രിയിൽ അണുബാധയേറ്റ് യുവതി മരിച്ചത്. ജനറൽ ആശുപത്രിയിൽ യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുരുങ്ങിയത്. ഇതൊക്കെ ഈ നമ്പർ 1 കേരളത്തിൻ്റെ യഥാർത്ഥ ചിത്രങ്ങളാണ്. വയനാട്ടിൽ പ്രസവം കഴിഞ്ഞ് പഞ്ഞി വയറ്റി വെച്ച് തുന്നിക്കെട്ടിയത് ഏത് പുരോഗമനത്തിൻ്റെ ഭാഗമാണ്? ചികിത്സാ പിഴവ് വരുത്തുന്ന ഡോക്ടർമാരെയും ഉദ്യോഗസ്ഥരെയും വീണ്ടും കസേരകളിൽ ഇരുത്തി വാഴിക്കുന്നത് നിർത്തണം. ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടാൻ ഇതാരുടെയും കുടുംബ സ്വത്തൊന്നുമല്ല. റിപ്പോർട്ട് തേടി ജനങ്ങളുടെ ക്ഷമ നശിച്ചിരിക്കുകയാണ്. നമ്പർ 1 എന്ന സ്റ്റിക്കർ ഒട്ടിച്ചാൽ മാത്രം പോരാ. ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ പോയാൽ അറ്റ്ലീസ്റ്റ് ജീവനോടെ തിരിച്ചു വരാമെന്ന ഉറപ്പെങ്കിലും പാവപ്പെട്ടവർക്ക് നൽകണം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ? HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.